സലാം സഖാക്കളെ നൂറു പൂക്കളെ നൂറു നൂറു പൂക്കളെ ലാൽ സലാം സഖാക്കളെ നൂതനേതിഹാസ മധുര സമര രംഗഭൂമിയിൽ ഇന്നുയർന്ന പൂക്കളെ നൂതനാശയങ്ങളെ നൂതനേതിഹാസ മധുര സമര രംഗഭൂമിയിൽ ഇന്നുയർന്ന പൂക്കളെ നൂതനാശയങ്ങളെ ലാൽ സലാം സഖാക്കളെ ലാൽ സലാം സഖാക്കളെ. ക്ഷേത്രോത്സവത്തിനിടെ വീണ്ടും വിപ്ലവഗാനം ആലപിച്ച് ഗസൽ ഗായകനായ അലോഷി യാദം. ആറ്റിങ്ങൽ അവനവഞ്ചേരി ഇണ്ടിലേപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തിയ ഗസൽ പരിപാടിയാണ് വിവാദത്തിലായത്. സംഭവത്തിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആറ്റിങ്ങൽ പോലീസിലും റൂറൽ എസ്പിക്കും പരാതി നൽകി. വിപ്ലവഗാനം പാടുമ്പോൾ അലോഷിയെ പ്രോത്സാഹിപ്പിക്കാൻ പാർട്ടി പ്രവർത്തകരും ഉണ്ടായിരുന്നതായി പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ 7-ാം തീയതി ക്ഷേത്രത്തിൽ ഒരു ഗസൽ പ്രോഗ്രാം നടക്കാൻ പോകുന്നുവെന്നും അതിൽ വിപ്ലവഗാനം ആലപിക്കാൻ സാധ്യതയുണ്ടെന്നും കാണിച്ച് കോൺഗ്രസ് പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് എസ്പി ഉറപ്പ് നൽകിയിരുന്നതായും കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് ഗസൽ ഗായകനായ ശ്രീ അലോഷിയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രോഗ്രാമിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയെപ്പോലും മറികടന്നുകൊണ്ട് വിപ്ലവഗാനം ആലപിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഈ പരിപാടി 11-ാം തീയതി ആയിരുന്നു. അതിനു മുന്നേ ഏകദേശം ഒരു 4-5 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ പോലീസ് സംവിധാനത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു, രേഖാമൂലം തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ഗായകൻ്റെ പ്രോഗ്രാം ഇവിടെ വരുന്നുണ്ട്. കടയ്ക്കൽ ക്ഷേത്രത്തിൽ സംഭവിച്ച പോലെ ഇവിടെയും ഇതുപോലുള്ള ഗാനങ്ങൾ ആലപിക്കുകയും അതിനെ ചൊല്ലി സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഈ ഗായകൻ അവിടെ വരികയും ഇതുപോലൊരു ഗാനം ആലപിക്കുകയും ചെയ്തു. ഇതൊരു തെറ്റായ പ്രവണതയാണ്. കാരണം കോടതി വിധിയെ മറികടന്നുകൊണ്ട് ആണ് അദ്ദേഹം ഇതുപോലുള്ള പ്രോഗ്രാമുകൾ ചെയ്യുന്നത്. അതിന് അവിടുത്തെ സംഘാടകരുടെ ഒത്താശയും ഉണ്ടായിരുന്നു. ക്ഷേത്രങ്ങളെ നമ്മൾ കോടതി വിധിക്കകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ ഇതുപോലുള്ള പരിപാടികൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ കോടതിയെ ധിക്കരിക്കുന്ന ഒരു നിലപാടാണ് ഇതിൻ്റെ സംഘാടകരും ഈ ഗായകനും സ്വീകരിച്ചിട്ടുള്ളത്. അതിനെതിരെ നമ്മൾ ബഹുമാനപ്പെട്ട ആറ്റിങ്ങൽ SHOയ്ക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുടെ തുടർ നടപടികളുമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും. ഇതിൽ ശക്തമായ പ്രതിഷേധം ആറ്റിങ്ങൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി രേഖപ്പെടുത്തുകയാണ്. ഇതുപോലുള്ള പരിപാടികൾ വളരെ മോശമാണ്. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എല്ലാവരെയും ഭക്തരിൽ നിന്നും ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ പ്രോഗ്രാമുകൾ ക്ഷേത്രത്തിൽ നടത്തുന്നത്. അപ്പോൾ ആ ക്ഷേത്രത്തിനകത്ത് ഇതുപോലുള്ള പരിപാടികൾ ചെയ്യുന്നത് തെറ്റായ ഒരു പ്രവണതയാണ്. ഇന്നലെ തന്നെ കൊല്ലത്ത് നടന്ന സംഭവം അതൊക്കെ നമ്മുടെ ഒരു എന്താ പറയുക, നമുക്ക് CPM-ഉം BJP-യും ഒരു പ്രത്യേക രീതിയിലുള്ള രാഷ്ട്രീയം ആണ് കളിക്കുന്നത്. അത് ഒരു ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം തന്നെയാണ്. കൊല്ലം കടക്കൽ ക്ഷേത്രത്തിൽ കഴിഞ്ഞ മാസം വിപ്ലവഗാനം ആലപിച്ചതിനെ തുടർന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം കടക്കൽ പോലീസ് അലോഷിക്കെതിരെ കേസെടുത്തിരുന്നു. HP News 24/7.